നമ്മുടെ സജിൻ ബാബു ഡയറക്ട് ചെയ്ത് റിമ കങ്കിലിങ്കൽ സരസ ബാലുശ്ശേരി എന്ന് പറയുന്ന രണ്ട് സ്ത്രീകൾ പ്രധാന വേഷത്തിലെത്തിയ തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ സിനിമ രണ്ട് സ്ത്രീകളെ കുറിച്ചാണ്. ഒരു ഐലാൻഡിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന അമ്മയും മകളും. അവര് ഐലാൻഡിൽ ഒറ്റപ്പെട്ട ജീവിതമാണ്. കാരണം നമ്മുടെ ശാപം കിട്ടിയ സ്ഥലമാണ്. അത്രയും പേര് കേട്ട ഒരു തറവാട്ടിൽ നിന്നും എല്ലാവരും ഈ ശാപത്തിന്റെ പേരിൽ ഒഴിഞ്ഞു പോകുമ്പോഴും ആ സർപ്പക്കാവും വിട്ട് എങ്ങോട്ടും പോകാൻ പാടില്ല എന്നുള്ള മീരയുടെ അമ്മയുടെ വാശി അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന് പിന്നാലെ തന്നെ നിൽക്കുകയാണ് മീര. ഇതിലോട്ട് അല്ലെങ്കിൽ ആ ഐലാൻഡിലോട്ട് ആരും പോകാറില്ല. അവർ ആ കാവും പരിസരവും ഒക്കെ നോക്കി, വീടും നോക്കി അവരുടെ ജീവിതം പറയുന്ന പുറലോകവുമായി ഒറ്റപ്പെട്ടുള്ള കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഒരു പ്രാണി കടിച്ച് മീരയ്ക്ക് മെഡിക്കലി ഭയങ്കര ഇഷ്യൂ ഉണ്ടാകുന്നത്. ദേഹത്താകെ തടിച്ച് വീർത്ത് വളരെ മോശം ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. മീരയെ ഒരിക്കൽ ആ പ്രകൃതി ഭംഗി ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ യാദൃശ്ചികമായി ഒരു സ്ത്രീ തെങ്ങ് കയറുന്നത് കാണുന്നത്, അത് വീഡിയോ ഇട്ട് വളരെയധികം റീച്ച് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയും ഇതിനൊപ്പം ചേരുകയാണ് അവളെ മെഡിക്കൽ സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴും അമ്മയ്ക്ക് തൻ്റെ വിശ്വാസങ്ങളെ കെട്ടിപ്പിടിച്ചിരിക്കാനായിരുന്നു ഇഷ്ടം. വീട്ടിൽ പോയാൽ ശരിയാവും. തുടർന്ന് അവളുടെ ചികിത്സയ്ക്കായിട്ട് അത്യപൂർവം മരുന്ന് തന്നെ ആവശ്യം വരുമ്പോൾ ഇതിനുള്ള ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഇടപെടുന്നതും ആ ഫണ്ട് ശേഖരണമൊക്കെ ആയിട്ട് പോകുന്ന ഒരു സോഷ്യലി ഒരു സറ്റയർ കൂടെ പറഞ്ഞു പോകുന്നുണ്ട് ഈ സിനിമ. അതായത് ഇതിനിടയിൽ പോലും കുറേ പേര് അതിനെ മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർക്ക് കിട്ടുന്ന സഹായം ഒരു വശമാണെങ്കിൽ പോലും ഇതിനെ ചൂടുപറ്റി ഫാർമ കമ്പനി ആയാലും ഹോസ്പിറ്റലുകാരായാലും അവരുടേതായ ആവശ്യങ്ങൾ നിറവേറ്റാനും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഒരു മിത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഡയറക്ടർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റിമ കല്ലിങ്കലിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. 22 FKന് ശേഷവും വൈറസിലെ ലിനി എന്ന സിസ്റ്ററിൻ്റെ വേഷത്തിന് ശേഷവും നല്ലൊരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അത്യാവശ്യം ബോൾഡായിട്ടുള്ളൊരു കഥാപാത്രച്ചിട്ടുണ്ട്. ഇതിൻ്റെ എനിക്ക് പോരായ്മ അല്ലെങ്കിൽ ഒരു കല്ലുകടിയായി തോന്നിയത് ഇതിൻ്റെ ഡ്യൂറേഷനാണ്. കുറച്ചുകൂടി ഡ്രിം ചെയ്യായിരുന്നു തോന്നി. അത്രയും മെഡിക്കലി ആയിട്ട് ഫണ്ടൊക്കെ കിട്ടി അവൾ സുഖപ്പെട്ടു എങ്കിൽ പോലും അപ്പോഴും ഇവരുടെ വിശ്വാസത്തിൽ ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. അത് പിന്നെയും ആ ഒരു രീതിയിൽ പോവുകയും പക്ഷെ അത് വേറൊരു രീതിയിലേക്ക് അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സിനിമ കാണുക, കാരണം അവസാനമൊക്കെയാണ് അത് വരുന്നത്. സ്പോയിലർ ആകും, അല്ലെങ്കിൽ അത് കാണാനുള്ള ഇൻട്രസ്റ്റ് പോകും. ഈ സ്ലോ പേസ് സിനിമകൾ അത്യാവശ്യം കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാത്ത പക്ഷം ഇതൊരു ഭയങ്കര ലാഗുള്ള സിനിമയാണല്ലോ എന്ന് തോന്നുക. പക്ഷെ എനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്ത് സംഭവിക്കാം ഇനി എന്നുള്ള ഒരു രീതിയിൽ ഇൻട്രസ്റ്റിംഗ് തോന്നി. ഞാൻ പറഞ്ഞ പോലെ ഡ്രിം ചെയ്യായിരുന്നു കുറച്ചുകൂടെ. 2 മണിക്കൂർ 15 മിനിറ്റ് എന്തോ ഉണ്ട് സിനിമ. അതിനേക്കാൾ കുറയ്ക്കായിരുന്നു എന്ന് തോന്നി. സോ ഇത് കാണുക, OTTയിൽ കിടപ്പുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക.